പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തന്നെ തിരുനാമം ഈ പ്രഭാതത്തിലെ മഹിമപ്പെടുമാറാകട്ടെ. ആയുസ്സിൽ കാണാത്ത ഒരു പുത്തൻ പ്രഭാതം ദൈവമായ കർത്താവ് ഇന്ന് ഈ ദിവസം നമുക്ക് ഒരുക്കി തന്ന ദൈവത്തിൻ്റെ വൻ കൃപയോർത്ത്, ദൈവത്തിൻ്റെ സകല ഐശ്വര്യങ്ങളും നന്മകളും നമുക്ക് ചൊരിഞ്ഞു തന്നിരിക്കുന്നോർത്ത് കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് സകല മാനവ മഹത്വം അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ വേദവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 73-ാമത്തെ അധ്യായം 28-ാമത് വാക്യം. സാംസ് ചാപ്റ്റർ 73 വേഴ്സ് 28. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. അവിടെ തുടങ്ങുന്ന വാക്ക് എന്നാൽ. എന്നാൽ ഒരു തീരുമാനത്തിൻ്റെ ഒരു ശബ്ദം അതിനകത്തുണ്ട്. ആസാഫിൻ്റെ സങ്കീർത്തനമാണ്. ഇതിൻ്റെ കൺക്ലൂഡിങ് വാക്കാണ്. കൺക്ലൂഡിങ്, ഒരു പാട്ട് അവസാനിക്കുന്ന പോലെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ബട്ട് എന്നാൽ ഇങ്ങനെയൊക്കെ ആയിരുന്നാലും ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് നല്ലത്. നിന്റെ ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. സങ്കേതത്തിന് ആശ്രയമാക്കിയിരിക്കുന്നു. അപ്പം നമുക്ക് ആദ്യം തൊട്ടൊന്ന് ചിന്തിക്കാം. തുടങ്ങുന്നത് എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും, എന്നാൽ ഇങ്ങനെ സാഹചര്യങ്ങളാണെങ്കിൽ, എന്നാൽ എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ ഒന്നാമത്തെ വാക്യം തൊട്ട് ആസാഫിനോട് ചോദിച്ചാൽ പറയും, ദൈവമേ, ആ ദൈവം ഇസ്രായേലിൽ നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു എന്ന് പറഞ്ഞിട്ട് താഴോട്ടേക്ക് വരും പറയും, എൻ്റെ കാല് വഴുതിപ്പോയി, എൻ്റെ കാലടികൾ ഇടറിപ്പോയി. എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, എനിക്ക് അഹങ്കാരികളുടെ നന്മ കണ്ടിട്ട് എനിക്ക് അവരോട് അസൂയ തോന്നി, അവരുടെ സൗഖ്യം കണ്ടിട്ട് അസൂയ തോന്നി. എൻ്റെ ഹൃദയത്തിൽ ഞാൻ കംപ്ലൈന്റ് പറയും, അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവർ ഭർത്തിനെ പോലെ കഷ്ടത്തിലാകുന്നില്ല, അവർ ഒത്തിരി അഹങ്കാരം ചെയ്യുന്നു, ദൈവത്തോട് എതിർക്കുന്നു, ഡംബമാർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ ഇരിക്കുന്നു, അവരുടെ കണ്ണ് എന്നിട്ടും അവരുടെ കണ്ണ് പുഷ്ടികൊണ്ട് തിങ്ങി നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു, അവർ പരിഹസിക്കുന്നു, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. ഇങ്ങനെ കുറെ കംപ്ലൈന്റുകൾ, ഒരു പരാതികൾ, പരിഭവ കെട്ടുകൾ, പദം പറക്കി അതിന്റെ പരിഭവ കെട്ടുകൾ അടുക്കി വെക്കുക. അതുകൊണ്ട് അവർ ആകാശത്തോളം വായ് ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇതിലേക്ക് അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു? അത്യുന്നതന് അറിവുണ്ടോ എന്ന് പറയുന്നു. ഈവൻ ദൈവത്തെ പോലും വെല്ലുവിളിക്കുന്നത് പോലെ സംസാരിക്കും. ഇതൊക്കെ പദം പറക്കി ആസാവ് പറയുക. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ, അവർ നിത്യ സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ എൻ്റെ ഹൃദയം, അപ്പൊ അവിടെ അത്രയും കാര്യം കഴിഞ്ഞിട്ട് ദുഷ്ടന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അവർ നോക്കുമ്പം അവരുടെ എല്ലാ കാര്യങ്ങളും ശുഭമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു. എന്നിട്ട് എന്നാൽ എനിക്കെന്നും വേദനയാ, ഞാൻ ആ വേദനയുടെ ഡീപ്നെസ് ആഴം പറയുക, ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയതും വ്യർത്ഥമത്രേ. ഞാൻ ഇടവിടാതെ ബാധിതനായി തീർന്നു, ഉഷസ്സുതോറും ദണ്ഡിക്കപ്പെട്ടിരുന്നു. ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചാൽ ഞാൻ എൻ്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. എന്താ ചെയ്യണ്ടേ? ഈ സാഹചര്യത്തിനകത്ത് ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞിരുന്നിട്ട് പിന്നെ ഒരു ടേണിംഗ് പോയിന്റാ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ചിന്തിക്കണം. ഈ വചനം ഈ 73-ാമത്തെ സങ്കീർത്തനം നമ്മുടെ പലരുടെയും ചിന്തയാ. ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നു, ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈ കഴുകിയത് വ്യർത്ഥമായി പോയി, എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചത് വ്യർത്ഥമായി പോയി, ഇതിനൊരു പ്രതിഫലമില്ല. ദുഷ്ടന്മാർ, അഹങ്കാരികൾക്ക് ഒരു നന്മയ്ക്കും കുറവില്ലല്ലോ, അവർക്ക് മുട്ടില്ലല്ലോ, അവരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നി എന്ന് പറയുന്ന അതുപോലെ ഹല്ലേലൂയ പറയുമ്പോ, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഈ പദം പറക്കി എണ്ണി പറഞ്ഞ് കരയുമ്പോ അവിടെ എഴുതിയിരിക്കുന്ന അവസാന വാക്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാക്യമുണ്ട്. അവസാനം, ഒടുവിൽ അവരുടെ അന്തം എന്താകും എന്നറിയാൻ ഞാൻ ആലയത്തിലേക്ക് ചെന്നു. ആലയത്തിലേക്ക് ചെന്നപ്പോ നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു. അവരുടെ അന്തം എന്താകുമെന്നറിയാൻ ഞാൻ ചിന്തിച്ചു. 17-ാമത്തെ വാക്യം പറയുന്നു, നിശ്ചയമായി അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി. ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ, കർത്താവേ നീ ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. ഇങ്ങനെ എൻ്റെ ഹൃദയം അന്തരംഗത്തിൽ വ്യസനിക്കുകയും കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു. പിന്നെയാണ് കർത്താവിനോടുള്ള ബന്ധം വരുന്നത്. നീ എന്നെ വലം കൈ പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ എന്നെ വഴി നടത്തും. ഹല്ലേലൂയ.
ഞാൻ മൃഗത്തെ പോലെയായിരുന്നു, അപ്പോഴൊന്നും ഞാൻ അറിഞ്ഞില്ല. എല്ലാം കഴിഞ്ഞു. എൻ്റെ മാംസവും ഹൃദയവും ക്ഷീണിച്ചുള്ളിൽ ഞരങ്ങി. ഒത്തിരി പ്രതിസന്ധികളുണ്ട്. ഇന്ന് ഇത് ഒരാളുടെ മാത്രമല്ല, പലരുടെയും ചിന്തയാണിത്. പലരും പറയുന്ന ഒരു ചിന്തയാണ്. ഇതിനകത്ത് ഒരു ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട്. ഇതിനകത്തൊരു ദൈവ സാന്നിധ്യമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവകുഞ്ഞെ നീ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നതാ, ഇത്രയും പ്രാർത്ഥിച്ചിട്ടൊരു മറുപടിയില്ലേ? ഞാൻ എന്തുമാത്രം കണ്ണുനീരൊഴുക്കി, ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ? പ്രാർത്ഥനയ്ക്കൊരു മറുപടിയില്ലേ? കുഞ്ഞെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നിന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവസാനം പറയാ, നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു. അവിടെ പുതിയ നിയമത്തിൽ ഇതിൽ തത്തുല്യമായ ഒരു വാക്കൊക്കെ യേശു കർത്താവ് പറയുന്നുണ്ട്. 3 കൊമ്പുകൾ, കായ്ക്കുന്ന കൊമ്പ് അതിനെ വെട്ടി വെടിപ്പാക്കും. അപ്പൊ കായ്ക്കാത്ത കൊമ്പിനെ നോക്കി ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ കായ്ക്കാത്ത കൊമ്പിനെ ദൈവം ഒരു സമയത്തേക്ക് നിർത്തി വെട്ടി തീയിലിട്ട് അതിനെ ചുട്ടുകളയും. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്റെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ കുഞ്ഞേ, നീ ചില കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലല്ലോ എന്നോർത്ത് വ്യസനിച്ച് വേവലാതിപ്പെട്ട് കരയുന്ന ദൈവത്തിന്റെ കുഞ്ഞെ നിന്നോടാ സംസാരിക്കുന്നത്. നീ അതേ അഹങ്കാരികളുടെ സൗഖ്യം കണ്ടിട്ട് അസൂയപ്പെടണ്ട. ദൈവം വരെ നിശ്ചയമായി വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ആ വാക്യം വരികയാ. ആ വാക്യം ഇങ്ങനെ സംസാരിക്കുക, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു തിരിച്ചറിവുണ്ടാകുകയാ. ഈ സാഹചര്യത്തിനകത്ത് ഇത്രയും വേദനപ്പെട്ട് പദം പറക്കി എണ്ണി പറഞ്ഞ് അവസാനം ഒരു തിരിച്ചറിവിലേക്ക് വരികയാ. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. ഈ തിരിച്ചറിവ് ദൈവമൈതലേ നിനക്കുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഈ തിരിച്ചറിവ് നിനക്കുണ്ടാകട്ടെ. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവർത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ സങ്കേതമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഒരു ആശ്രയമായി മാറട്ടെ. കുഞ്ഞെ, യഹോവയായ കർത്താവ് നിന്റെ ആശ്രയമായി മാറട്ടെ. കർത്താവിനെ സങ്കേതമായി ഇരിക്കട്ടെ. കർത്താവ് നിന്റെ ആശ്രയമായി മാറട്ടെ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവിനെ ഒരു ആശ്രയമാക്കി ഇതൊരു ബലത്തോടെ ധൈര്യത്തോടെ ഇരിക്കുക. കർത്താവ് നിനക്ക് ബലം തരട്ടെ. ഈ വചനം ഹൃദയത്തിനകത്തോട്ട് ചേർത്ത് വെച്ച് ആവർത്തിച്ച് പറയാം, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവർത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ആ വചനത്തിൽ ഉറക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ളവരെ, ഇത് കേൾക്കുന്ന സകല പേരെയും അനുഗ്രഹിക്കുന്നു. സാഹചര്യങ്ങൾക്കപ്പുറത്ത്, പ്രതിസന്ധികൾക്കപ്പുറത്ത് കരം താങ്ങി വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവേ, ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ കൂടിയിരിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നപ്പാ, ദൈവ സാന്നിധ്യം കൊണ്ട് ജനത്തെ നിറയ്ക്കുന്നു. ഈ വചനം ഉറപ്പിക്കട്ടെ. സാഹചര്യങ്ങളുടെ അപ്പുറത്ത് എവിടെയൊക്കെ ഇത് നടക്കുമോ എന്ന് ചോദിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നടത്തുവാൻ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന് വൈകിയാലും വരും അതിനായി കാത്തിരിക്കാനുള്ള ബലം പ്രാപിക്കുവാൻ ദൈവ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യഹോവ കൂടിയിരിക്കും. ആത്മാവിൽ ബലപ്പെടുത്തും. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. സകല മാനവ മഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടെ ഇരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ ചെറുകിന്റെ മറയിൽ പറയട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ